Hi children, welcome back to my channel Smart School Student. ഹിന്ദിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് പ്യാർ. പ്യാർ മീൻസ് ലവ്. നിങ്ങൾക്ക് ആരോടൊക്കെ ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്? ഇപ്പം നിങ്ങൾ ആൻസർ പറയും, അച്ഛന് ഇഷ്ടമാണ്, അമ്മേനെ ഇഷ്ടമാണ്, എൻ്റെ സിസ്റ്റർ ബ്രദറിന് ഇഷ്ടമാണ്, എൻ്റെ ഫ്രണ്ട്സിന് ഇഷ്ടമാണ്. അങ്ങനെ പല 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 തരത്തിലുള്ള ഇഷ്ടങ്ങൾ നിങ്ങൾ പറയും. പക്ഷെ നിങ്ങൾക്ക് ഒരു ട്രീന് ഇഷ്ടമാണോ? അപ്പോൾ ഇവിടെ അതാണ് കാണിച്ചിരിക്കുന്നത് ഈ പിക്ചറിൽ. ഇത് ഒബ്വിയസ്ലി ഇതൊരു മാംഗോ ട്രീ ആണ് കാണിച്ചിരിക്കുന്നത്. ഹിന്ദിയിൽ അതിനെ പറയുന്ന പേരെന്താണ്? ആം ക പേഡ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് ഈ പിക്ചറിൽ കാണുന്നത്? ഇവിടെ ഒരു അമ്മ ഇരുന്ന് മാങ്ങ കൊട്ടയിലേക്ക് പറക്കിയിടുന്നു, ഒരു പെൺകുട്ടി ഇരുന്ന് മാങ്ങ കൊട്ടയിലേക്ക് പറക്കിയിടുന്നു, പിന്നെ ദാ ഒരു ആൺകുട്ടി ഇവിടെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. പിന്നെ ഇവിടെ നമുക്ക് കാണാം ദേ 1 2 2 monkeys ഉണ്ട്, ബന്ദർ. 2 ബന്ദർ കാണാം. ഈ അവരുടെ രണ്ടുപേരുടെയും കയ്യിൽ മാങ്ങയുണ്ട്. ഒരാൾ ഇതേ കൊമ്പുമ്പോൾ തൂങ്ങിക്കിടക്കുന്നു, മറ്റൊരാൾ ചില്ലേമ്മൽ ഇരിക്കണു. ദെൻ നമുക്ക് കുറേ ബേർഡ്സിനെ കാണാം അല്ലേ, ചിടിയാം. 1 2 3 4 5 കുറേ ഉണ്ട്. അവരെല്ലാവരും മാവുമ്മ ഇരിക്കുന്നുണ്ട്. പിന്നെ അതിൽ നിറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, മാംഗോസ് ഉണ്ട് അല്ലേ. കുട്ടി എന്തായിരിക്കും ചിന്തിക്കേണ്ടാവുക? ഈ കുട്ടി ചിന്തിക്കുന്നത് ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. അതായത് ഈ ട്രീ, ഈ മാംഗോ ട്രീ എല്ലാവർക്കും ഒത്തിരി സ്നേഹം കൊടുക്കുന്നു. കാരണം എന്താ, നമുക്ക് മാംഗോ തരുന്നു, പിന്നെ നമുക്ക് മങ്കീസിന് ഫ്രൂട്ട്സ് കൊടുക്കുന്നു, മാവ് ഓക്സിജൻ തരുന്നു, ദെൻ കിളികൾക്ക് കൂട് കൂട്ടാനുള്ള സ്ഥലം കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു. മാവ് എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നാണ് ഈ കുട്ടിയോട് ചിന്തിക്കുന്നത് അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് യഹ് ചിത്ര ആപ്സെ ക്യാ ബതാ രഹാ ഹൈ. ചിത്ര കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ നമുക്ക് ആൻസർ നോക്കാം. ഈ പേഡ് സബ്കോ അപ്നാ ഫൽ ദേത്താ ഹൈ. ഈ പേഡ്, ഈ ട്രീ എല്ലാവർക്കും ഫ്രൂട്ട്സ് മറ്റുള്ളവർക്കാണ് കൊടുക്കുന്നത്. അപ്നാ ഫൽ ദേത്താ ഹൈ ആണ് ഫസ്റ്റ് സെൻറ്റൻസ്. സെക്കൻഡ് സെൻറ്റൻസ് പേഡ് ദൂസരോം സെ പ്യാർ കർത്താ ഹെ. മറ്റുള്ളവരെ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണല്ലോ ഈ ഫ്രൂട്ട്സും അതിനും എല്ലാം കൊടുക്കുന്നത്. പേഡ് ഹുദ് സെ, അതായത് സ്വന്തമായിട്ട് പ്യാർ കർത്താ ഹെ, ഈ പേടിനെ തന്നെ സ്നേഹിക്കുന്നു. പിന്നെ ലാസ്റ്റത്തെ ആശയം എന്ന് പറയുന്നത് ജോ ഹുദ് സെ പ്യാർ കർത്താ ഹെ വ ദൂസരോം സെ ഭി പ്യാർ കർത്താ ഹെ. നമ്മെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജോ ഹുദ് സെ പ്യാർ കർത്താ ഹെ, ഇഷ്ടപ്പെടുന്നവർ എന്ത് ചെയ്യും? വഹ്, അവർ ദൂസരോം സേ ഭി പ്യാർ കർത്താ ഹെ, മറ്റുള്ളവരെയും സ്നേഹിക്കുന്നു എന്നാണ് ഇവിടെ പിക്ചറിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ കവിത ഒന്ന് നമുക്ക് വായിച്ചാലോ? ഖുദ് സേ പ്യാർ. നമുക്ക് കവിത വായിച്ചു നോക്കാം നല്ല ട്യൂണിൽ. അതായത് നിങ്ങൾക്ക് ഈ കവിത 4 ലൈനുണ്ടെങ്കിലും ഒരു പോയം റെസിറ്റേഷൻ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഒരു ഹിന്ദി പോയം വായിക്കേണ്ടതെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ പറഞ്ഞു തരാം കേട്ടോ. ആരാ എഴുതിയിരിക്കുന്നത്? അത് ശോഭനാഭ് യാദവിൻ്റെയാണ് ഈ കവിത. സൂരജ് അപ്നി ആഗ് സേ ഇത്തനാ പ്യാർ കരേകി, സൂരജ് അപ്നി ആഗ് സേ ഇത്തനാ പ്യാർ കരേകി, വഹ് ദേ സകേ ആഗ് ദുനിയാ കോ ഭി. ദർഖത് അപ്നെ ഫൂലോം സേ ഇത്തനാ പ്യാർ കരേകി, दरखत अपने फूलों से इतना प्यार करे कि वह दे सके फूल दुनिया को भी. बादल अपने जल से इतना प्यार करे कि, बादल अपने जल से इतना प्यार करे कि वह दे सके जल दुनिया को भी. मैं खुद से इतना प्यार करूं कि, मैं खुद से इतना प्यार करूं कि दे सकूं प्यार ദുനിയാ കോഭി. സൂര്യൻ തൻ്റെ സൺലൈറ്റിനെ ഒത്തിരിയധികം ഇഷ്ടപ്പെടുന്നു. ഇവിടെ ആകെന്ന് ഉദ്ദേശിക്കുന്നത് അഗ്നി ആണെങ്കിലും ഇവിടെ ഉദ്ദേശിക്കുന്നത് സൺലൈറ്റ് ആണ്. ഇത്ര അധികം ഇഷ്ടപ്പെടാൻ കാരണം എന്തായിരിക്കും? കാരണം ആ സൺലൈറ്റിനെ മറ്റുള്ളവർക്ക്, ലോകത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. മരച്ചില്ലകൾ തൻ്റെ ഫ്ലവേഴ്സിനെ ഒത്തിരിയധികം സ്നേഹിക്കുന്നു. ആ ഒത്തിരിയധികം സ്നേഹിക്കുന്നത് എന്തിനാവാം? കാരണം ആ ഫ്ലവേഴ്സ് ലോകത്തിന് മറ്റുള്ളവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മഴമേഘങ്ങൾ തൻ്റെ ജലത്തെ ഒത്തിരിയധികം സ്നേഹിക്കുന്നു. കാരണം എന്താണ്? മഴയായിട്ട് ആ സ്നേഹം തരാൻ പറ്റണം. പിന്നെ അവസാനത്തെ 4 സെൻറ്റൻസ് പറയുന്നത് എങ്ങനെയാണ്? ഞാൻ എന്നെ ഇത്രത്തോളം സ്നേഹിക്കും. എങ്ങനെയാണ്? കാരണം എനിക്ക് എന്തിനു പറ്റണം? എനിക്ക് കൊടുക്കാൻ പറ്റണം.
ദുനിയ എന്ന് പറഞ്ഞ ലോകത്തിലെ എല്ലാവർക്കും സ്നേഹം കൊടുക്കാൻ പറ്റണം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ജോഡെ ഓർ വാക്കിലിഖെ, ഇത് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് വാക്യം സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്, ഫസ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സൂരജ്, പേഡ്, ബാദൽ. സൂര്യൻ, ട്രീ, ദെൻ മേഘം. ഇനി അടുത്തതിൽ കൊടുത്തിരിക്കുന്നത് ദുനിയാക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്. അപ്പോൾ 2 ഇത് കിട്ടി, നമുക്ക് വേർഡ്സ് കിട്ടി. ഇനി തേർഡിൽ കൊടുത്തിരിക്കുന്നത് പാനി, ഊർജ്, ഫൂൽ, വെള്ളം, അതുപോലെ തന്നെ ഊർജം, അതായത് സൺലൈറ്റ്, ദെൻ ഫൂൽ, ഫ്ലവർ. ഇത് 3ാമത്തേൽ കൊടുത്തിരിക്കുന്നത്. 4ാമത്തേൽ കൊടുത്തിരിക്കുന്നത് ദേത്താഹേ, തരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നിങ്ങൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയാമല്ലേ. സൂര്യൻ നമുക്ക് എന്താണ് തരുന്നത്? സൂര്യൻ ദുനിയാക്കോ ഊർജ് ദേത്താ ഹേ. മനസ്സിലായില്ലേ? അത് ഫസ്റ്റ് സെൻറ്റൻസ്. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നമുക്ക് നോക്കാം. പേഡ് ദുനിയാക്കോ ഫൂൽ ദേത്താ ഹേ, അല്ലേ? വൃക്ഷം ലോകത്തിന് എന്ത് കൊടുക്കുന്നു? ഫ്ലവേഴ്സ് കൊടുക്കുന്നു. ലാസ്റ്റ് വൺ മേഘം ദുനിയാക്കോ, ബാദൽ ദുനിയാക്കോ പാനി ദേത്താ ഹേ. അപ്പോൾ വെള്ളം കൊടുക്കുന്നു. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പെഹ്ചാനെ ഓർ ലിഖെ. താഴെ കൊടുത്തിരിക്കുന്ന പിക്ചറുകൾ നോക്കി അതെന്താണെന്ന് കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ കുറച്ച് പിക്ചേഴ്സ് അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് സൺ, സൂരജ്. 2ാമത്തെ പിക്ചർ പേഡ്. 3ാമത്തേത് ബാദൽ. അപ്പോൾ ഞാൻ ആൻസർ ഇവിടെ കാണിക്കുന്നില്ല, നിങ്ങളുടെ ഇതിൽ നിന്ന് എടുത്തെഴുതേണ്ടതാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആശയ് പഠേ ഓർ പങ്ക്തിയാം ഢൂണ്ടെ. ഈ ആശയം താഴെ വന്നിരിക്കുന്ന ആശയങ്ങൾ നോക്കിയിട്ട് ഇതിനോട് മാച്ചായിട്ട് വരുന്ന കവിതയിലെ ലൈൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, കവി ചാഹ്താ ഹേ. കവി ആഗ്രഹിക്കുന്നു എന്താണ്? സൂരജ് അപ്പനെ ഊർജ് സെ പ്യാർ കരെ ഓർ സൻസാർ കോ ഊർജ് പ്രദാൻ കരെ. സൂര്യൻ തൻ്റെ പ്രകാശത്തെ സ്നേഹിക്കുകയും അതുപോലെ ലോകത്തിന് അത് പകർന്നു കൊടുക്കുകയും ചെയ്യട്ടെ. 2ാമത്തേത് എന്താണ്? മേഘ് എന്ന് പറഞ്ഞാൽ ബാദൽ. അപ്പനെ പാനി സെ പ്യാർ കരെ ഓർ പ്രകൃതി കാ പ്യാസ് ബുझായെ. അതായത് മേഘം സ്വന്തം വെള്ളത്തെ ഇഷ്ടപ്പെടട്ടെ. അങ്ങനെ പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ മലയാളത്തിൽ പറയുന്ന പ്രകൃതി തന്നെ നേച്ചറിൻ്റെ ദാഹം മാറട്ടെ എന്ന്. അപ്പോൾ വെള്ളം വന്നാലാണ് ദാഹം മാറുള്ളൂ. അപ്പോൾ ഇതിന് മാച്ചായിട്ടുള്ള വരികളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് കവിതയിൽ നോക്കാം. അപ്പോൾ ആദ്യത്തെ ആശയം വരുന്നത് ഫസ്റ്റ് 4 ലൈനിലല്ലേ. അപ്പോൾ അതെടുത്ത് എഴുതുക. സൂരജ് അപ്പനി ആഗ് സെ ഇത്തന പ്യാർ കരേക്കി വഹ് ദേ സക്കെ പ്യാർ ദുനിയാ കോ ഭി. അതാണ് ഫസ്റ്റ് ആശയത്തിലുള്ള മീനിങ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി 2ാമത്തേത് എവിടെയാണെന്ന് നോക്കി. ബാദൽ അപ്പനെ ജൽ സെ ഇത്തന പ്യാർ കരേക്കി വഹ് ദേ സക്കെ ജൽ ദുനിയാ കോ ഭി. ലോകത്തിന് വെള്ളം കൊടുക്കാൻ സാധിക്കട്ടെ. നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യേ ദുനിയാക്കോ കേസെ പ്യാർ കരേങ്കെ അപ്പനെ വിചാർ ലിഖെ. ഈ തന്നിരിക്കുന്നതൊക്കെ സൂരജും ബാദലും പേടാണ് തന്നിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ലോകത്തിന് സ്നേഹം കൊടുക്കുന്നത്? അത് നിങ്ങളുടെ ഒരു ചിന്താരീതിയിൽ നിങ്ങൾ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് സൺ കൊടുക്കുന്നത്? അപ്പനെ ഊർജ് ദേക്കർ. ഓക്കെ. ഇനി പേർഡിൻ്റെ ആൻസർ അപ്പനെ ഫൽ, ഫൂൽ, വായു ആദി ദേക്കർ. ഇനി ബാദലാണെങ്കിലോ അപ്പന ജൽ ദേക്കർ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. താൽ ലൈക്കെ സാത്ത് കവിതാക്ക ആലാപ് കരെ. നല്ല താളത്തോടുകൂടി കവിത ചൊല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഓൾറെഡി അത് ചൊല്ലി കാണിച്ചു തന്നിരുന്നു. കവിതാക്ക ആശയ് ലിഖേ. കവിതയുടെ ആശയം എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ലാസ്റ്റ് വൺ കവിതാക്കെ ആശയ്ക്ക് ആധാർ പർ ചിത്ര ഖീഞ്ചെ. ഒരു ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു പിക്ചർ വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഈ കവിത का आशय क्वेश्चन आंसर നോക്കാം. खुद से प्यार नामक कविता ശ്രീ സോമനാഥ് യാദവ് ദ്വാര ലിഖി ഗയി ഹെ. ഈ
സ്വന്തമായിട്ട് ഇഷ്ടപ്പെടുക, ഹുദ് സേ പ്യാർ, ആ കവിത എഴുതിയിരിക്കുന്ന ആരാണ്? ശ്രീ സോമനാഥ് യാദവ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഇങ്ങനത്തെ ആശയം എഴുതാൻ പറഞ്ഞാലും ഈ ഫസ്റ്റ് സെൻറ്റൻസ് ഇങ്ങനെയായിരിക്കണം. അതിൻ്റെ പേരെഴുതുക, പിന്നെ എഴുതിയ ആളുടെ പേരെഴുതുക. യഹ് ഏക് ഛോട്ടി ഓർ സുന്ദർ കവിത ഹെ, ഇത് ചെറുതും എന്നാൽ വളരെ സുന്ദരമായ ഒരു കവിതയുമാണ്. കവി കഹത്തെ ഹെ കി, കവി പറയുന്നു, സൂരജ് അപ്പനെ ആഗ് സെ ബഹുത് പ്യാർ കർത്താ ഹെ, സൂര്യൻ തൻ്റെ പ്രകാശത്തെ വളരെയധികം സ്നേഹിക്കുന്നു. ഇസീലിയെ വഹ് അപ്പനി ആഗ് ദുനിയാ കോ ദേ പാത്താ ഹെ, അതുകൊണ്ടാണ്, ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് പ്രകാശം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നത്, ലോകത്തിന് കൊടുക്കാൻ പറ്റുന്നത്. ഉസി പ്രകാർ പേഡ് അപ്പനെ ഫൂലോം സെ, വൃക്ഷം തൻ്റെ ഫ്ലവേഴ്സിനെയും, ബാദൽ അപ്പനെ ജൽ സെ, മേഘങ്ങൾ തൻ്റെ വെള്ളത്തെയും, പ്യാർ കർത്താ ഹെ സ്നേഹിക്കുന്നു, ഓർ ദുനിയാക്കോ ദേത്താ ഹെ ലോകത്തിന് കൊടുക്കുന്നു. ഇസി തരഹ് ഹമേ ഖുദ് സേ പ്യാർ കർനാ ചാഹിയെ, ഇതുപോലെ നമ്മളെ തന്നെ സ്നേഹിക്കണം. തഭി, എന്നാലേ, ഹം ദുനിയാക്കോ പ്യാർ ദേ സക്കേങ്കെ, എന്നാലേ നമുക്ക് ലോകത്തിന് സ്നേഹം പകർന്നു കൊടുക്കാൻ കഴിയുള്ളൂ. ഇതാണ് ഈ കവിതയുടെ ആശയം.